So hello guys, welcome back to my channel. ഇനിയും വേറൊന്നുമില്ല. ഇപ്പം ഉണ്ടാക്കുന്നത് നാലാമത്തെ ഗൈസ്. ഞാൻ തന്നെ പിടിക്കുന്നു. നാലാമത്തെ വീഡിയോ ഡിലീറ്റ് ചെയ്ത് പോകുന്നത് കഷ്ടം. ടെർണിപ്പിനെ ആരെ കുറ്റം പറയണം? ടെർണിപ്പ് അത് വേറെ നിക്ക് നിങ്ങ ഒന്നും വിചാരിക്കരുത്. അത് കൊരങ്ങനും പട്ടിയൊന്നല്ല, അത് സില 224 ആണ്. അല്ല, കുറച്ചും കൂടി മോഡിഫൈ ചെയ്തോട്ടേന്ന് വെച്ചിട്ടാണ്. ആദ്യം ഒരു പേടിച്ചിട്ടുണ്ടാവും. ഏതാണ് ഈ കുരങ്ങൻ? പേടിക്കണ്ട ഗൈസ്, ഇത് സില 224 തന്നെയാണ്. പിന്നെ വേറെ ഒന്നല്ല. പിന്നെ സോ ദാറ്റ് നിന്റെ ശബ്ദം കേട്ടാൽ തന്നെ മനസ്സിലാവും. ഞാൻ തന്നെ പേടിച്ചു പോയി. ഇനി വാചകടിക്കാണ്ടിരിക്ക്. നീ പോയിട്ട് ഇതിനെ കയറ്റൂ. വില്ലേജ് എടുത്തിട്ട് വരൂ. എന്നാ നീ പോയി വില്ലേജറിന് എടുക്ക്. എന്ത് ഗൈസ്, നമ്മോടൊന്നുകൂടി മോഡിഫൈ ചെയ്യണം. കാരണം വരാൻ പോകുന്നത് 2 മണ്ടന്മാരാണ് ഗൈസ്. വേറെ ഒന്നുമല്ല, നമ്മൾ 4 വട്ടം വീഡിയോ എടുത്ത് 4 വട്ടം ക്യാൻസൽ അടിച്ചു പോയി ഗൈസ്. ഡിലീറ്റ് ആവുന്നില്ല, ക്യാൻസൽ അടിച്ചു പോയി. ടെർണിപ്പിന്നാണ് ഇപ്പൊ നമ്മൾ ഇത് എടുക്കുന്നത്. ടെർണിപ്പ് ഇപ്പോ വർക്ക് ആവണില്ലാന്ന് തോന്നുന്നുണ്ട് ഗൈസ്. സോ അതുകൊണ്ടാണ് ഗൈസ് നമ്മൾ ടെർണിപ്പിന്ന് പിന്നെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. അതും കൂടി അപ്പൊ വില്ലേജറിനായിട്ട് വന്നോണ്ടിരിക്കാണ്. നമുക്ക് ഈ കുഞ്ഞു അയൺ ഫാം അല്ല ഗൈസ്, നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന മെഗാ അയൺ ഫാം ആണ്. കാരണം അയൺ ഗോളത്തിന്റെ സ്പോണിങ് റേറ്റ് കണ്ടാൽ നിങ്ങൾ ഞെട്ടിപ്പും ഗൈസ്. ഇൻഫിനിറ്റി അയൺ ഗോളാണ് വരുന്നത്. ഞാൻ അതിന്റെ ഒരു ഡെമ്മി വേർഷൻ ഉണ്ടാക്കി നോക്കുമ്പോൾ അതില് കില്ലിങ് ചേമ്പർ എനിക്ക് ഇതുവരെയായിട്ടും മര്യാദക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. ആ ഒരു ചെറിയൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ. അത് ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് അയൺ വേണം. 10 ഹോപ്പർ ഉണ്ടെങ്കിൽ 10 ഹോപ്പർ 10 ഫയർ വേണം കില്ലിങ് ഏരിയ ഉണ്ടാക്കാം. അഥവാ നിങ്ങൾക്ക് വേറെ മോഡൽ അറിയണമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കി കുഴപ്പമില്ല. ഇതേപോലെ തന്നെ ഉണ്ടാക്കണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. കാരണം എനിക്ക് നെറ്റിന്റെ പണി കിട്ടിയിട്ടാണ് ഇത് ഉണ്ടാക്കിയിട്ട്. പൊട്ട വെള്ളത്തിൽ കറക്ക്. നീ ആ ബോട്ട് എടുത്തിട്ട് പോരെ, ഞാൻ വലിക്കുന്നോ. ഏതാ വണ്ടിയില്? പിന്നെ അത് വരില്ലടാ. എന്ത് വരുന്നുണ്ട്. നമ്മള് ഡോൾഫിൻ നമ്മളെ ഫ്രണ്ടായോണ്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടായി. ഡോൾഫിനൊന്ന് മുട്ടിയൊക്കെ അപ്പൊ എന്നെ വെറുക്കും. വിശ്വസ്തനായ എന്നെ അൻവൃത്തിനെ പൊട്ടിക്കല്ലേ. പിന്നെ അവന്മാരെ അതിൻ്റെ ഉള്ളിൽ കയറ്റട്ടെ, അങ്ങനെ പൊട്ടിച്ചാ മതി. ഉലകം ചൊരിയുന്നു. ചാവല്ലേ പറഞ്ഞപ്പോ ചത്താവേ. ഞാനതിനായിട്ട് ഇപ്പൊ വരാ. അവനെ ഞാൻ കയറ്റി പോവാ. ഓ താങ്ക്സ് റാ ട്രോഫി. അയ്യോ ഞാൻ വട്ടം കറങ്ങണ്. പോലെ ഇഷ്ടപ്പെട്ടുകൊണ്ടോന്ന് എന്നെ അവിടുന്ന് കളയാനല്ല, കൊണ്ടുവരാനാണ്. എടാ നിന്റെ ലീഡുണ്ടാ? ഇല്ലടാ മുത്തുണി. ഞാൻ അവനെ നീ അതിൽ ട്രാപ്പ് ചെയ്യട്ടാ, അല്ല നീ നീന്തിക്കൊണ്ട് അവനെന്തിയെ
ചത്താ നിലത്തേക്ക് വീണോന്നൊരു ഡൗട്ട്. ഇല്ല, ആ പൊട്ടി നിലത്തേക്ക് വീണു. പൊട്ടിച്ചിട്ടില്ല, ഞാനാ കേറിയത്. ആടാ നീ ബോട്ട് ലീവ് ചെയ്തോ? ഇവന്മാരെ പണിയെടുത്തുണ്ട് ഗായ്സ്. ഇവന്മാരെ എന്നെ വിട്ടില്ല. അവൻ തടിയല്ലേ ഞാൻ തിന്ന്. വേറെ എടാ ഞാൻ തിന്ന്. വേറെ പോയിട്ട് പിടിച്ചിട്ട് പോ. എന്താ പരിപാടി? 3 പേരാ ഒരു പേര് ഒരാള് വരുന്നുണ്ട്. പറ്റുവോ? പറ്റുവോ? വേറൊരു വില്ലേജ് പറ്റുവോ? 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 നീ എങ്ങനെ കട പറ്റുവോന്ന് വെച്ചാ പറ്റേ പറഞ്ഞാ മതി. ആ ബോട്ട് എന്തിനാണ് ഡീ കൊലിച്ചോണ്ടോണ്? അയ്യോ വീട് റെക്കോർഡിങ് കാണാൻ പോവാ. ഗായ്സ് നമുക്ക് ഇപ്പൊ ഒരു 8ന്റെ പണിട്ടന്നോണ്ട് ഒരു വില്ലേജറിനും കൂടി വേണം. അവ അപ്പൊ അതിനെ പോയി വിളിച്ചിട്ട് വരും. അപ്പൊ അതുവരെ വീഡിയോ ഒന്ന് പോസ് ചെയ്തിരിക്കട്ടെ. അപ്പൊ അടുത്തതിൽ അപ്ഡേറ്റ് ചെയ്യാം. അപ്പൊ ഗായ്സ് 8ന്റെ പണിട്ടന്നോണ്ട് ഉണ്ടായിരുന്ന 2 വില്ലേജർ. എടാ അവിടുന്ന് എഫ്കെ സ്പോട്ട് മാറില്ലെങ്കിൽ വലുതാവില്ല. ഉണ്ടായിരുന്ന 2 വില്ലേജർ അതിനെ കൊണ്ടേ കളഞ്ഞു ഗൈസ്. അതിൽ ഒരെണ്ണം മാത്രം എനിക്കും കളി. അയ്യോ ഞാൻ 2 പേര് നീ പുറത്തെടുത്തില്ലേ? ഇല്ല. പൊട്ടിച്ചപ്പോ തന്നെ വെക്കുക. അത്രയുള്ള പരിപാടി. ഒന്ന് ട്രാപ്പ് ചെയ്ത് ഊരിട്ടല്ലേ ഊരണാ? വേണ്ട വേണ്ട വേണ്ട, ട്രാപ്പ് ചെയ്ത് ഊരല്ലേ. നമ്മപ്പോ 8ന്റെ പണി എന്ന് പറഞ്ഞാ 8ന്റെ പണിയുടെ ജസ്റ്റ് ഒന്ന് തുറന്നിട്ടോ, നമുക്ക് കിടന്നുറങ്ങണല്ലോ. വേണ്ട വേണ്ട വേണ്ട. എന്തേ അത് വേണ്ടാന്ന് ചേട്ടാ. നമ്മളതിൽ ഇവരെ പ്രണയത്തിന്റെ ഉള്ളിൽ കട്ടുറുമ്പായി ഗൈസ്. കട്ടുറുമ്പ് എവിടെയുണ്ടോ കുട്ടികൾ? എല്ലാവരും ബേബി വില്ലേജ് ഭാവിയിലെ മെയിൻ വില്ലേജർ. പ്ലെയിനൊന്ന് വലുതാവോടെ. തന്നെ കൊണ്ട് വേറെ ജോലികളുണ്ട്. നിനക്ക് വേണ്ടിട്ട് അവിടെ കാമിക വെയിറ്റ് ചെയ്യുന്നുണ്ട്. വരൂ, വലുതാവൂ. നീയാണ് മെയിൻ. വലുതാവൂ മെയിൻ ആള് നീയാണ്. ഞാൻ അങ്ങോട്ട് വരുന്നേ ഗൈസ്. ഇനി നമുക്ക് ഒറ്റ വഴിയില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇനി ഇവിടെ AFK നിൽക്കണവന്മാര് വലുതാവാൻ വേണ്ടിട്ട്, അല്ലാണ്ട് വേറൊരു നിവർത്തിയില്ലെങ്കിൽ ഈ അവൻ പൊട്ടൻ ഓരോ മണ്ടത്തിലും കാണിച്ചിട്ട് വരും. അപ്പൊ ഗൈസ് നമുക്കത് വില്ലേജർ വലുതായിട്ട് അപ്ഡേറ്റ് ചെയ്യാം. സോ ഗൈസ് നമ്മൾ 2 പേരെ ഇതിൻ്റെ ഉള്ളിൽ എത്തിച്ചിട്ടുണ്ട്. ഇനി അവന്മാരെ ഇതാക്കിയിട്ട് ഒന്ന് ബ്രേഡ് ചെയ്യിപ്പിക്കണം. ഞാനപ്പോ തന്നെ നോക്കട്ടെ. ഞാൻ ബാക്കി വില്ലേജ് എടുക്കാൻ വേണ്ടി പോകണ്ട. അയ്യോ ബാക്കിയുണ്ട് ഗൈസ്. വില്ലേജറിനൊക്കെ എടുക്കാം. ഓക്കെ ബോട്ടില് എന്തിനാടാ ഇനി വില്ലേജറെ? 2 പേര് മതിയാ? 2 പേരെ മതി. ബ്രീഡ് ചെയ്യിപ്പിക്കാൻ കണ്ട്. ശരി, കിട്ടണേ ഓരോരുത്തരെ കൊണ്ടുവരണം. ഒന്നും ആയിട്ട് 2 പേരുണ്ട്. 3 പേര് ബ്രീഡായി പോ. ഇത്ര ഉള്ളൂ. നീ വായോ ഇവിടെ കിടന്നുറങ്ങ് ഗൈസ്. ഇനി നമ്മളെ കയ്യിലുള്ള 1 സ്റ്റെക്ക് കിട്ടി. എനിക്ക് തന്നെ കിട്ടി. എല്ലാവർക്കും തന്നെ കിട്ടി. ഇനി ഒരു രാത്രി ആവാനായിടാ. ഗൈസ് ഇവരുമാരെ ബ്രീഡ് ആയിട്ട് ഇനി അപ്ഡേറ്റ് തരാം. സോ ഹലോ ഗൈസ്. ഇപ്പോൾ വേറെ പരിപാടി ചെയ്തെന്ന് വെച്ചാൽ
നമ്മ ഫൈനലി ഇതേ വിട്ട് ബ്ലോക്ക് ആണല്ലോ. ഞാൻ ഇപ്പൊ കയറി വരണല്ലോ. ഫൈനലി നമ്മ 6 അയൺകോളത്തിന്റെ സ്പോൺ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. 60 വില്ലേജറും വെച്ചിട്ടുണ്ട്. ഇനി അതിന്റെ മുകളിൽ കൂടെ സ്ലാബ് വെച്ച് കിട്ടണം. നോക്കണം. ഇപ്പൊ വീഡിയോ റെക്കോർഡ് ഡീറ്റെയിൽ ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നാണ് വീഡിയോ ഡിലീറ്റ് ചെയ്യുന്നത് ഗൈസ്. ക്യാൻസൽ അടിച്ചു പോയി. എന്ത് ചെയ്യാനാ നമ്മളെ ഇത് വേറെ ഒന്നും പറയാൻ പറ്റില്ല. ഇപ്പോ നീക്ക് എടുക്കണ കെടുപ്പ് കണ്ട 6 എണ്ണി നോക്കി നോക്ക്. എക്തോത്തി 6 അവിടെ ബ്ലോക്ക് വെക്കുക. ഇവിടുത്തെ ബ്ലോക്ക് കാണാനല്ലേ? അതെങ്ങനെ മാറ് വുഡ് വെച്ച പോരടെ മാറാൻ. വുഡൊക്കെ എന്തിനാണ്ടാ? വെച്ചുണ്ട് ഗൈസ്. പിന്നെ ഇരുട്ടായി തുടങ്ങിട്ടാ. നീ ഓരോന്നിനെ കൊല്ലിടാ. എന്ത് അയൺകുളത്തിനെ എന്നെ നീ മോളിക്കൊന്ന് കയറ്റുവോ? ഞാൻ എങ്ങോട്ടാണ് പോണത്? അതിനെ കൊല്ലിടാ. ഒരെണ്ണത്തിന് ഹിറ്റ് എന്നിട്ട് കൊല്ല്. ഇപ്പൊ ഗൈസ് നമുക്ക് ഇത് മൊത്തം വെച്ചിട്ട് പോണത് ഞാനൊന്ന് പറയട്ടടാ. ഇത് മൊത്തം വെച്ച് തീർത്തിട്ട് അപ്ഡേറ്റ് കഴിഞ്ഞ് അതുവരെ ചെറിയ ബ്രേക്ക് അങ്ങനെയൊന്നും വേണ്ട. അല്ലെങ്കിൽ വേണ്ടത് മൊത്തം വെച്ചിട്ട്. അയ്യോ ഈ അയ്യങ്കോളം കാരണം ഇപ്പൊ ഇത് ഇവിടെ വെക്കാൻ പോലും പറ്റില്ലല്ലോ. ഒന്ന് നീങ്ങിക്കടാ. ചത്ത് ഞാൻ ചാവൂല. ഞാൻ പൈലി ഗെയിമറാ. ഞാൻ എത്ര പെട്ടെന്ന് ചാവൂല. നമ്മപ്പോ ഇങ്ങപ്പോ വിചാരിക്കണ്ടാവും ഇപ്പൊ ഹിറ്റിന്റെ സൗണ്ട് വരാത്ത എന്താന്ന്. വേറെ ഒന്നല്ല, നമ്മ മൈക്ക് ഓഫ് ഇത് സൗണ്ട് കുറച്ചിട്ടേക്കാണ്. വേറെ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാ വേറെ കാര്യം കൈസ് ഈ കള്ള എടോ ഒന്ന് മാറിടോ. ചാവ്. നിങ്ങൾക്ക് ഇതിന്റെ മോളിക്ക് സ്പോൺ ആയിക്കൂടെ? ഒരു വിരോധമല്ല. എന്ത് വെച്ചാ എന്ത്? അത് ഫുൾ ബ്ലോക്ക് അല്ലടാ. ഞാനല്ല, നീയാണ് വെച്ചിട്ടുള്ളത്. ഫുൾ ബ്ലോക്കിന്റെ മുകളിൽ എന്ത് മോബ് വേണമെങ്കിലും സ്പോൺ ആവും. വെച്ചിട്ട് അല്ല ഫുഡ് ഇതിനെങ്ങനെ കില്ലിങ്ങേരി കൊണ്ടുപോകും? അത് ഇതിന്റെ മുകളിൽ സ്പോൺ ആയിട്ട് വാട്ടർ എവലേറ്റർ വെച്ചിട്ട് അതിന്റെ അടിയിൽ സ്ലാബ് വെക്ക്. അതായത് വാട്ടറിനെ ഇതാക്കൂലേ, അതേപോലെ ചെയ്യേ. അപ്പൊ അതിന്റെ മുകളിൽ സ്പോൺ ആവില്ല. അപ്പൊ അതങ്ങനെയാണ്. നിങ്ങൾ കേട്ട് പഠിച്ചോ ഗൈസ്. ഇതിന് ഇങ്ങനെ വെച്ച് ബോറടിപ്പിക്കില്ല. ഇപ്പൊ തന്നെ ഞങ്ങൾക്ക് ഇങ്ങനെ ബോറടിച്ചിട്ടുണ്ടാവും. അപ്പൊ ഞമ്മ അത് മൊത്തം വെച്ചിട്ട് കൊണ്ടുവരാം. അപ്പൊ ഗൈസ് നമ്മ മൊത്തം മൂടി. ഇവിടെ ഒരു പൊട്ടം മാത്രം നിക്കണുള്ളൂ. ഇനി മറ്റുള്ള എല്ലാവരും സ്പോൺ വേണമെങ്കിൽ പിന്നെ മതിൽ ആദ്യം കെട്ടണം. മതില് 2 ബ്ലോക്ക് ഹൈറ്റ് കിട്ടിയാൽ മതി. കാരണം നമുക്ക് കാണണം ഇവന്മാരെ. മതിലിന്റെ പണി സ്റ്റാർട്ട് ചെയ്യട്ടെ. നിങ്ങൾക്ക് ഏത് ബ്ലോക്കും കൂടിയും വെക്കാം. കൂടുതൽ സ്പോൺ റേറ്റിംഗ് തോന്നുന്നത് എനിക്ക് മറ്റേ സ്മൂത്ത് സ്റ്റോൺ ആണ്. കാരണം എല്ലാ വീഡിയോയിലും ഞാൻ അതവിടെ കാണാറ്. ഭാഗ്യമുണ്ട് ചത്തില്ല. ഇതിപ്പോ ക്രിയേറ്റീവ് ലാൻച്ചിങ് എത്ര ഇതിന്റെ മേത്തടിച്ചാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാ. ചിലവർക്കൊക്കെ അറിയാം, എല്ലാവർക്കും അറിയാൻ തന്നെയാണ്. അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞായിരുന്നു. എത്ര എണ്ണം ഹിറ്റ് ചെയ്താലും ഉണ്ടാവും. ഇത് നമ്മൾ തിരിച്ചില്ല. നേരെ മറിച്ച് സർവൈവൽ ലാൻച്ചിങ്ങിൽ അടിച്ചു കഴിഞ്ഞാ പോണ വഴി ഏതാന്ന് അറിയില്ല. എടുത്തിട്ടെറിയും. അടി വരുന്ന വഴി അറിയില്ല. തലങ്ങുമ്പലൊക്കെ അടിക്കും. അടി വരുന്നുണ്ടാ നമ്മള് രണ്ടുപേരും ഇവിടുന്നൊന്നും മാറണം പോയി. കുരുത്തം കെട്ടത്. 6 സ്പോണായാ
എവിടെ? ഇല്ലല്ലേ? അയ്യാ 5 ആറാമത്തെ ഒരുത്തനവിടെ പോയി. സ്പോൺ ആയിക്കോളും. ഈ ഒരെണ്ണത്തിനെ നിലത്തേക്ക് തട്ടിട്ടാ നിലത്തേക്ക് തട്ടിട്ടാ പറ്റിട്ടുണ്ടായിരുന്നു. ഓൻ ചാവണം. എടാ എന്റെ ബ്ലോക്ക് കഴിഞ്ഞിട്ടാ. ഇനി നീ വെക്കണ്ടേ? ഇനി എനിക്കുള്ള പണി. നീ പോയിട്ട് വെള്ളം എടുത്തിട്ട് വാ. വെള്ളം പിടിക്കാൻ മോനെ അയിലുണ്ട്. ഇത് സ്ലാബ് ആക്കട്ടെ പോയിട്ട്. വെള്ളം വേണ്ടേ? വെള്ളം 4 മൂലൊക്കെ ചോദിക്കണ. വെള്ളം 4 മൂലക്കല്ല, ഈ കാണാതില്ലേ, അതായത് ഇവിടെ ഈ കാണാൻ ഇങ്ങനത്തെ ബ്ലോക്ക് ഇല്ലേ, സ്ട്രെയിറ്റ്. സ്ട്രെയിറ്റ് വെള്ളം ഒഴിക്കറാ. അതായത് എടാ എന്റെ കഴിഞ്ഞ എനിക്ക് കുറച്ചും കൂടി പണിയുണ്ട്. ഇവിടെ ഡബിൾ ചേമ്പർ ഉണ്ടാക്കണോ? മനസ്സിലായില്ല. എവിടെയാണ്? ഇവിടെ അപ്പുറത്ത് ഇവിടെ എനിക്ക് കില്ലിങ് വരുന്നത്. അപ്പുറത്ത് പോയിട്ട് വെള്ളം ഒഴിക്കറാ. ഇവിടെയാണോ? നേരെ ഒഴിച്ചോ. വാട്ടർ ഇനി ഇപ്പുറത്ത് ഒഴിക്ക്. മൂലയിലല്ലാണ്ട് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് ഒഴിച്ചു പോ. എടാ നീ എങ്ങനെയാണ്ടോ ഒഴിക്കണത്? എടാ മൂല തൊട്ടിട്ട് ഇങ്ങനെ അടുപ്പിച്ച് ഒഴിച്ചിട്ട് പോടാ. ആദ്യം വാട്ടർ റിസോഴ്സ് ഉണ്ടാക്ക്, എന്നിട്ട് ഒഴിക്ക്. വാ. ഇതിപ്പോ എന്നെ പിടിച്ച് തലക്കടിക്കണം ആളില്ലാണ്ടാ. നിന്റെ ആ ഒരു ബക്കറ്റ് ഉണ്ടെന്നേ. ഇവിടെ വയ്ക്ക്. എവിടെ? ഒരു ബ്ലോക്ക് വെച്ച് ഇവിടെ ഇവിടെ. അത് മൂല. നല്ല മൂല. അവിടെ നിന്ന് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ ഒഴിച്ചു പോ. ഞാനപ്പത്തിന് ഇവിടെ സെക്കൻഡ് ബാർ ഉണ്ടാക്കട്ടെ. നിക്ക് നീ കേറാൻ പറ്റേ? ഇത് പൊട്ടിച്ചേ. എടാ അതല്ലടാ, ബ്ലോക്ക് അല്ല പൊട്ടിക്കണ്ട്. ടോർച്ച് പൊട്ടിക്കണ ഞാൻ പറഞ്ഞേ. ബ്ലോക്ക് അവിടെ വെക്കറാ. നല്ല ചുമ. പൊട്ടിച്ചോ. നമുക്കിതൊന്നും ഞാൻ ഒരു സെറ്റ് ചെയ്തിട്ട് അപ്ഡേറ്റ് ചെയ്യുക. അതുവരെ ഒന്ന് ക്ഷമിച്ചിരിക്കണം. നിങ്ങൾക്ക് ആദ്യം വീഡിയോ എടുത്തത് ക്യാൻസൽ അടിച്ചു പോയി. ഇറങ്ങിപ്പോൾ പിന്നെയും ചതിച്ച്. ഇപ്പോൾ രണ്ടാമതും ഇതൊക്കെയാണ് കട്ട് ചെയ്തിട്ടാണ് ഇപ്പോൾ വീഡിയോ എടുക്കേണ്ട അവസ്ഥ വന്നിട്ടുള്ളത്. നമ്മൾ ആൻഫാമൊക്കെ വെൽ സെറ്റപ്പൊക്കെ ഉണ്ടാക്കി തീർന്നതും വീഡിയോൻ്റെ ഡിലീറ്റായി. എങ്ങനെയെന്നറിയില്ല. ഞാൻ വീഡിയോ ഇതൊക്കെ എൻ്റെ ഇത് ഓഫ് ചെയ്യാൻ നിൽക്കുമ്പോൾ ഓഫ് ആവണില്ല. പക്ഷേ ഇതിങ്ങനെ ഓഫ് ആവാണ്ട് നിൽക്കുക. ഇപ്പോൾ മനസ്സിലായി വീഡിയോ ഏകദേശം പോയി തുടങ്ങിയെന്ന്. പെട്ടെന്ന് ചെയ്യാൻ നോക്കുമ്പോൾ മാറി നിൽക്കിയതും വീഡിയോ ക്യാൻസൽ അടിച്ചു പോയി. ഞാൻ പോസാനൊക്കെയത് ഓഫ് ചെയ്യേണ്ടിയിരുന്നു. ഞാൻ പോസാനൊക്കെ പോയത്. അപ്പോൾ വീഡിയോ കുറഞ്ഞ ടൈം കൊണ്ട് തന്നെ ക്യാൻസൽ അടിച്ചു പോയി. 3 മിനിറ്റിൻ്റെ വീഡിയോ. പിന്നെ വീഡിയോക്ക് ഇച്ചിരി ലെങ്ത്ത് കൂടിയിട്ടുണ്ട്. 20 മിനിറ്റ് ആയിട്ടുണ്ട്. കാരണം പാർട്ട് ബൈ പാർട്ടായിട്ട് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എത്രയാണോ ഇവിടെ നൈറ്റാണ്. ഉണ്ടാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ട് ഭാഗം ഇങ്ങനെ ഗ്ലാസ് വെച്ചിട്ട് ഇപ്പോൾ ഇതൊന്ന് റെഡിയാക്കി എടുക്കണം. ഞാൻ ഈ സൗണ്ടൊന്ന് കുറച്ച് ഇട്ടേ, ഇല്ലെങ്കിൽ ഇപ്പോൾ ഇവന്മാരെ ശബ്ദം കാരണം വരെ കേൾക്കൊന്നും കൂടി ഉണ്ടാവില്ല. ഓക്കെ, കുറച്ച് തൊട്ട് ഇതൊക്കെ ഇങ്ങനെ സ്ലാബും കാര്യങ്ങളൊക്കെ വെച്ച് സെറ്റാക്കി. ഇത് സ്പോണായത് മ്യൂസിക് ശരിക്കും പറഞ്ഞത് സ്പോണായിട്ടുണ്ടായിരുന്നില്ല ആദ്യം. അപ്പോൾ ആ ഒരു പ്രശ്നം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം വീഡിയോ ഓണാക്കിയിട്ടു.
അപ്പോൾ അതെങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ച് നോക്കുമ്പോൾ ഞാൻ വില്ലേജറിനെ അതായത് കൊന്നപ്പോൾ ഇപ്പോൾ ഇതിങ്ങനെ റെഡിയായി വെച്ചത്, അതായത് ഒരു വില്ലേജറിനെ ഹിറ്റ് ചെയ്ത് കൊന്നു. അപ്പോൾ അതിനും എല്ലാതും സ്പോണായി സെറ്റ് ലെവലായി വന്നു. പിന്നെ കില്ലിങ് ചേമ്പർ പിന്നെയും പണി തന്നു. കാരണം ഞാനൊരു കാര്യം പറഞ്ഞു, അയൺ ഗോളത്തിന് ഒറ്റ ബ്ലോക്കിൽ നിൽക്കാൻ പറ്റില്ല, 1 ബ്ലോക്ക് സ്പേസിൽ വീഴില്ല. ദാറ്റ് ഈസ് മൈ ഫോൾട്ട്. അപ്പം തിരുത്താൻ പോവാണ് ഗൈസ്, 2 ബ്ലോക്ക് ആക്കാൻ പോവാണ്. അപ്പോൾ ഇനി 2 ബ്ലോക്ക് ആക്കിയെങ്കിലും അയ്യോ, ഞാൻ ഇപ്പോൾ ഇതിങ്ങനെ ഇറക്കിയിട്ടാണ് ഇപ്പോൾ വെച്ചിട്ടുള്ളത്. ഇപ്പോൾ ഇത് ഒന്നും കൂടിയും ഇത് എക്സ്റ്റെൻഡ് ചെയ്യേണ്ടി വരും. പക്ഷേ വേറെ സീൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ 13 ക്യാൻ ഫയറും 13 വെക്കേണ്ടി വരും. അപ്പം അതിൻ്റെ പകരം ഈ കാണുന്ന ഈ ഒരു ബ്ലോക്ക് പൊട്ടിച്ച് അവിടെ ഒന്നെങ്കിൽ ഒരു ട്രാപ്പ് ഡോറ്, ഇവിടെ വല്ലതുണ്ടോ ഇല്ല, ഇപ്പോൾ ഒരു ട്രാപ്പ് ഡോർ വെച്ചാൽ മതി. ഇപ്പോൾ സീൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു ഭാഗം ഈ ഒരു ക്യാൻ ഫയർ പൊട്ടിച്ചെടുക്കട്ടെ കൈക്ക്, എന്നിട്ട് കാണിച്ചു തരാം. അപ്പം അത് ഹോപ്പറിൻ്റെ ഉള്ളിൽ ഉണ്ട്. കാരണം സീൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ ഇങ്ങനെ പൊട്ടിച്ച് കഴിഞ്ഞാൽ ഇതല്ല, ഇത് ട്രാപ്പ് ഡോർ വെച്ചാൽ വർക്ക് ആവേണ്ടതാണ്. ട്രാപ്പ് ഡോർ ഉണ്ടാക്കാൻ ഐറ്റംസൊക്കെ ഉണ്ട്. ഇതിങ്ങനെ വെള്ളം വന്ന് ഓവർഫ്ലോ ആയിട്ട് വരും. ഇപ്പോൾ ഒരു ട്രാപ്പ് ഡോർ വെച്ച് കഴിഞ്ഞാൽ നടക്കില്ല എന്നാണ് എൻ്റെ ഇത്. പക്ഷെ എന്നാലും ഇവിടെ വെള്ളം ഇങ്ങനെ പുഷ് ചെയ്യും, പുഷ് ചെയ്ത് നിന്നിട്ട് കണ്ടോ ഗൈസ്, ഇതിങ്ങനെ വരും. അപ്പോൾ ഇതിങ്ങനെ ഇല്ലാണ്ടിരിക്കണം. ഒരു മിനിറ്റ്, ഐഡിയാസ് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇവിടെ 2 വാട്ടർ ലോക്കാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ 2 വാട്ടർ ലോക്കും പൂട്ടിക്കഴിഞ്ഞാൽ ഒറ്റ വാട്ടർ ലോക്കാവും. അപ്പോൾ അതിങ്ങനെ ഇതാക്കിയാൽ മതില്ലേ? യാ ഗൈസ്, അത് നോക്കി നോക്കാം. ഈ ഒരു വാട്ടർ ലോക്ക് ഒന്ന് കളയട്ടെ. അന്ന് കൂടെ ആരുമില്ല, ഒറ്റക്ക. ഞാൻ ഒറ്റക്കാണ് ഗൈസ് ഗെയിമിൽ. വട്ടം മാറിപ്പോയി, ശരി പിന്നെ മാറിപ്പോയി. അയ്യോ, ഇതിൻ്റെ ഈ ഒരു ഫാമിൻ്റെ കില്ലിങ് ചേമ്പറാണ് കുറച്ചും കൂടി പ്രശ്നം വരുന്നത്. കാരണം ഈ വെള്ളം വെച്ച് ഇങ്ങനെ പുഷ് ചെയ്യുന്നത് റെഡി ആവണില്ല. നമ്മൾ ഈ ഒരു ഭാഗം കൂടി ഇറക്കേണ്ടി വരും. അയ്യോ ഗൈസ്, ഞാൻ പിന്നെയും മണ്ടത്തിലൊക്കെ തന്നെ കട്ടിയത്. നമുക്ക് ഈ വെള്ളം ഒന്ന് ഇതാക്കിയിട്ട് ഒക്കെ റെഡിയാക്കിയിട്ട് വരാം. അപ്ഡേറ്റ് ഇതൊക്കെ എല്ലാതും സെറ്റാക്കിയിട്ട് അപ്ഡേറ്റ് ചെയ്യുമ്പോൾ ഡെഡ് ആവുന്നതൊന്നും ഇനി കണ്ടാവുക. അതുവരെ നമ്മുടെ കൂടെ CLA-24 എത്തിയിട്ടുണ്ട്. ഇപ്പോൾ അത് അവനല്ല എന്നാണ് പറയുന്നത്. ഇപ്പോൾ അത് സത്യാവസ്ഥ നമുക്ക് എന്താണെന്ന് പോലും അറിയില്ല. അപ്പം നമ്മൾ അയൺഗോളം ഇത് ചാവണ റേറ്റിംഗ് ലെവൽ വരെ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ അവൻ ഹിറ്റ് ചെയ്യാനായിട്ട് പറയട്ടൊന്നും ഞാൻ വീഡിയോ എടുക്കിയത്. ഇതെന്താ തന്നിട്ടുള്ളത്? ഓ 4 ഹോപ്പ് റപ്പേഴ്സ് ഇല്ലെന്നു തോന്നുന്നുണ്ട്. പിന്നെയും ക്യാമ്പ് ഫയർ. എനിക്ക് വയ്യ. ഞാൻ അവനായിട്ടേ ഇന്ന് മെസ്സേജ് അയക്കട്ടെ. ഇതൊരൊന്ന് സുഖായിസ് കിടക്കണ കിടപ്പ് വേണ്ട. പക്ഷെ എനിക്കൊരു ഡൗട്ടേ, ഇവന്മാരെങ്ങനെയാണ്, അതായത് ഹോപ്പർ വലിച്ചെടുക്കുകയും വേണം എന്നാ അയൺ ദിഗ് ഡ്രോപ്പ് ആവും. എനിക്കതൊന്ന് നോക്കണം. കാരണം ഒരൊറ്റ ബ്ലോക്കിൽ വീഴില്ല, 2 ബ്ലോക്കിലുണ്ടെങ്കിൽ വീഴുള്ളൂ. ഒരു അംശമുള്ളത് കൊണ്ടാണ് എന്ത് ചെയ്യണ് മരത് ഈ, അതായത് ഈ അയപ്പുറത്തേക്ക് ഒന്ന് വീഴുന്നുണ്ട്. അതെങ്ങനെയും നിർത്തണം. ഞാനിപ്പോൾ അതാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്.
നമ്മ വാട്ടർ ലോഗ് പഴയതുപോലെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്, അല്ലാണ്ട് വേറെ വ്യത്യാസമൊന്നുമില്ല. നമ്മൾ അവിടുത്തെ ബ്ലോക്ക് ഒന്ന് റിമൂവ് ചെയ്തിട്ടുള്ളൂ. ഇപ്പോൾ ഇത് ഒറ്റയായിട്ടാണ് സ്പോൺ ആവുന്നത്. നൈറ്റ് ആയതുകൊണ്ടാണ് തോന്നുന്നുണ്ട്. ഇത് ഞാൻ ഒന്ന് ഉറങ്ങിയിട്ട് വരാം. ഇടിക്കറാ കൈസ് ഇടിക്കില്ല, ഫ്ലെയിമിൽ തന്നെ ചാവാം. ഇപ്പോൾ സില 24 ഇതാ വരുന്നു. അന്ന് ഉറങ്ങിയിട്ട് എനിക്കട്ടെ. ഓക്കേ, ഇപ്പോൾ എണിച്ചുണ്ട്. ഇനി ഇവന്മാർ കുറച്ചധികം സ്പോൺ ആവണം. എന്നാലും സ്പോണിങ് റേറ്റ് കൂടുതലാണ്. പക്ഷേ സില 24 ചെയ്യണ പോലെ ഞാൻ അങ്ങനെ മണ്ടത്തരമൊന്നും കാട്ടാറില്ല. സില 24 ഓൺലി ക്യാൻ മേക്ക് ദ സ്പോണർ. ഞാനതിപ്പോൾ ആ സ്പോണർ എടുക്കുന്ന നിർത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ സർവൈവൽ പ്ലേ ഇട്ടിട്ടുള്ളത്, അല്ലാണ്ട് വേറെ ഒന്നും ഉണ്ടല്ല. ഇപ്പോൾ കണ്ട കൈസ് 2 ഒരുമിച്ച് വന്ന് സ്പോൺ ആവുന്നത് അതങ്ങനെയാണ്. പക്ഷേ ലിമിറ്റഡ് ഫാം അതാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇവന്മാരിൽ ഏതെങ്കിലും ഒരാൾ ഇല്ല, ഒരാളഞ്ച് പോലും ചത്തിട്ടില്ല. നമ്മുടെ AFK നിൽക്കുന്നതിനനുസരിച്ചിട്ട് ഇത് ഇങ്ങനെ സ്പോണാവും. അങ്ങനെ വെച്ചിപ്പോൾ ഒരാൾ ഡെഡായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ വേറെ 2 പേരല്ലെങ്കിൽ ഒരാളിങ്ങനെ സ്പോൺ ആയിക്കൊണ്ടിരിക്കും. പറഞ്ഞ നാക്കെടുത്തിട്ടുമില്ല. അപ്പോൾ തന്നെ കണ്ട കൈസ് ഹോപ്പർ വലിച്ചെടുക്കാണ്ടാണ് അവിടെ കിടക്കുന്നത്. പെട്ടത് ഹോപ്പർ വലിച്ചെടുത്തിട്ടും കൂടിയില്ല. ഓ, നമ്മോട് ക്യാൻ ഫയർ വെച്ചിട്ടില്ല. എടാ ഒന്ന് നീങ്ങറ അവനെ കൊണ്ട് പറഞ്ഞ കാര്യമില്ല. ഇപ്പം ഗായ്സ് ഈ ഹോപ്പർ ഒന്ന് ഫാസ്റ്റിൽ വലിച്ചെടുക്കണമെങ്കിൽ നമ്മളിപ്പോൾ എന്താ ചെയ്യേണ്ടത് അതൊന്ന് കമൻറ്റ് ചെയ്യണം. കാരണം നമ്മൾ ആ ഒരു ഇതൊക്കെ മറന്നുപോയി ഗൈസ്. മറന്നുപോയി എന്ന് വെച്ചാൽ മറന്നുപോയി. സ്നീക്ക് ചെയ്തു വെച്ചു കഴിഞ്ഞു. പരിപാടി ഇത്രേ ഉള്ളൂ ഗായ്സ്. ഇപ്പോൾ ഇവിടെ നിന്നിട്ട് അയ്യോ നമ്മളൊന്നും ചെയ്യാമല്ലേ. ഇപ്പം 40 അയൺ കിട്ടി. 40-ൽ നിന്ന് നമ്മൾ കുറച്ച് തീർത്തിട്ടുണ്ട്. കൂടി ഇനി കുറച്ചായി, അതായത് 1-2 അയൺ മാത്രമാണ് ഇപ്പോൾ ചാടി പൊക്കോണ്ടിരിക്കുന്നത്. ഇപ്പോൾ വോയിസ് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ മൈക്രോഫോൺ വെച്ചിട്ടാണ് ഇപ്പോൾ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിന് ചെറിയ കംപ്ലൈൻറ്റും കാര്യങ്ങളുണ്ടെന്ന് തോന്നുന്നു, കാരണം വോയിസ് അങ്ങനെ കിട്ടണില്ല. ഇപ്പോൾ ഇതാണ്. ഇപ്പോൾ